ഇന്നത്തെ എൻ്റെ വീഡിയോ ചെടികളിൽ നിന്നാണ് കേട്ടോ തുടങ്ങുന്നത്. കുറച്ച് ചെടികളെ എനിക്കുള്ളൂ, എന്നാലും ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ തണുപ്പ് കാലത്ത് മാത്രമേ ഇതൊക്കെ ഇങ്ങനെ നിൽക്കുള്ളൂ. ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ വാടിപ്പോകും. എൻ്റെ ഇൻഡോർ പ്ലാന്റ്സ് കൂടി ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് വാടിപ്പോകുകയൊന്നുമില്ല. എന്നാലോ നന്നായിട്ട് വളരുന്നുമുണ്ട്. എൻ്റെ കുഞ്ഞുമ്മയുടെ മോൻ ഇന്നലെ നാട്ടിൽ പോയി. അവൻ്റെ സാധനങ്ങളാണ് റൂമിൽ നിറയിരിക്കുന്നത്. പെട്ടിയൊക്കെ കെട്ടുമ്പോൾ എന്തായാലും കച്ചറയാവും. അപ്പോൾ ഒരുമിച്ച് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ ലഞ്ച് ഉണ്ടാക്കാനാണ് ആദ്യം വന്നത്. ഞാൻ സിമ്പിളായിട്ടുള്ളൊരു ലഞ്ചാണ് ഉണ്ടാക്കുന്നത്. നെയ്ച്ചോറും പിന്നെ തേങ്ങ വെച്ചൊരു പരിപ്പ് കറിയും പപ്പടവും മാത്രമാണ് ഉണ്ടാക്കുന്നുള്ളൂ. മുട്ട പൊരിക്കണം എന്നാണ് ആദ്യം കരുതിയത്, കാരണം ഫിഷും ചിക്കനും ഒന്നുമില്ല. പിന്നെ കുട്ടികൾക്ക് അത് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനത് ഉണ്ടാക്കിയില്ല. ഇന്ന് വൈകിട്ട് ഒരു ബർത്ത്ഡേ പാർട്ടി കൂടിയുണ്ട്. അവനെ എയർപോർട്ടിലാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ. അതുകൊണ്ട് തന്നെ ഒരുപാട് ഉണ്ടാക്കിയാലും വെറുതെ വേസ്റ്റ് ആവും. എനിക്ക് അപ്പോൾ ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഇഷ്ടം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ രണ്ടാമത് ഉപയോഗിക്കുന്നത് ഞാൻ അങ്ങനെ എടുക്കാറില്ല. ഇന്ന് നല്ല ബിസി ആയിട്ടുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നാണ് ഞാൻ പണികളൊക്കെ തീർത്തത്. നെയ്ച്ചോറും പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ റെസിപ്പി ഒന്നും ചെയ്യുന്നില്ല. ബിരിയാണി വെച്ചാലും നെയ്ച്ചോറ് വെച്ചാലും ഇക്കാക്കാക്ക് കാഷ്യൂനട്ട് നിർബന്ധമാണ്. ഇല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ എന്തിനാണ് വാങ്ങിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ചിലപ്പോഴൊക്കെ ഞാൻ മറന്നു പോകും. ചോറും കറിയൊക്കെ പെട്ടെന്ന് തന്നെ അടുപ്പത്താക്കിയിട്ട് പിന്നെ ഞാൻ ക്ലീനിങ്ങിനാണ് നിന്നത്. ഈ ടേബിളിൻ്റെ മുകളിൽ ഞാനൊരു ടർക്കിയാണ് കേട്ടോ വിളിച്ചിട്ടുള്ളത്. അതിൻ്റെ മുകളിലൊരു ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ആ ഷീറ്റിനടിയിലേക്ക് കുറച്ച് പൊടികൾ വന്ന് വീഴും. അതെങ്ങനെയാണ് ഇങ്ങനെ വരുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. എൻ്റെ കൗണ്ടർ ടോപ്പിലുള്ള എല്ലാ ടൈൽസിലും നല്ല കറയാണ്. അതെത്ര ക്ലീൻ ആക്കിയാലും പോകുന്നില്ല. അതുപോലെ തന്നെയാണ് ഫ്ലോറിലിട്ടേക്കുന്ന ടൈൽസും എല്ലാം പൊട്ടി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ എത്ര ക്ലീൻ ആക്കിയാലും ക്ലീൻ ആക്കാത്ത പോലെ ഉണ്ടാവും. സ്വന്തം വീടല്ലാത്തത് കൊണ്ട് അതൊന്നും മാറ്റാനും പറ്റില്ലല്ലോ. വൈറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് നല്ല പണിയാണെന്ന് പറയുന്നത് അത് സത്യം തന്നെയാണ്. ഇവിടുന്നാണ് ഇത്രയും പൊടിയും അഴുക്കും വന്ന് കയറുന്നതെന്ന് എത്ര ആലോചിച്ചാലും മനസ്സിലാവില്ല. എൻ്റെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് പരിപ്പ് കറി താളിക്കുകയാണ്. തേങ്ങയിലേക്ക് ഉള്ളിയും ജീരകവും പച്ചമുളകും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂട്ടി നന്നായിട്ട് അരച്ചിട്ടാണ് ഞാനിതിലേക്ക് ഒഴിക്കുന്നത്. അതിനിടയിൽ നോക്കിയപ്പോൾ ചോറും റെഡിയായിട്ടുണ്ട്. ഇവിടെ പപ്പടം നിർബന്ധമായതുകൊണ്ട് ഞാൻ പപ്പടം കൂടി പൊരിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഈ പാൻ കരിക്കാനും പൊരിക്കാനൊക്കെ മാത്രമായിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കാരണം എല്ലാ പാനും കൂടി നശിപ്പിക്കരുതല്ലോ. പൊരിക്കാനെടുക്കുന്ന പാനൊക്കെ പെട്ടെന്ന് നാശമായി പോകാറില്ലേ. അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിലും കൂടി ചെയ്യാത്തത്. എനിക്ക് നല്ല പേടിയാണ് ഇതിൻ്റെ കോട്ടിങ് ഇളകിയാൽ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ക്രബ്ബർ ഒന്നും യൂസ് ചെയ്യാത്തത്. സ്റ്റീലിൻ്റെ സ്ക്രബ്ബറാണ് ഞാൻ ഉദ്ദേശിച്ചത്. അനിയൻ നാട്ടിൽ പോകുമ്പോൾ കുറച്ച് ലെറ്റേഴ്സ് കൂടി കൊടുത്തു വിടാനുണ്ട്. എൻ്റെ മോളും കുറച്ച് ലെറ്റേഴ്സ് ചെയ്യുന്നുണ്ട്. അവൾക്ക് കുറച്ച് എൻവലപ്പ് കൂടി ഉണ്ടാക്കി കൊടുക്കണം. അവളുണ്ടാക്കിയത് അവളുടെ കസിൻസിനും അവളുടെ ഫാമിലിയിലുള്ളവർക്കുമാണ്. ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിൽപ്പെട്ട ആളാണ് മോള്. എൻ്റെ മോൾക്കുണ്ടല്ലോ, ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കുന്ന ഗിഫ്റ്റിനേക്കാൾ അവളുണ്ടാക്കുന്ന ഗിഫ്റ്റാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ അവൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞതാണ് മോളെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ഉണ്ടാക്കുന്നത് പോലെ ആവില്ലല്ലോ അമ്മി അതൊന്നും. എൻ്റെ ലെറ്ററും റെഡി ആയിട്ടുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കാനൊക്കെ നിന്നത്. കുട്ടികൾക്ക് ഫുഡ് കൊടുത്തിട്ട് വേണം എനിക്ക് നാട്ടിലേക്കുള്ള പെട്ടി കെട്ടാനായിട്ട് ഒന്ന് സഹായത്തിന് നിന്ന് കൊടുക്കാൻ. ഇക്കാക്ക് ഡ്യൂട്ടി ആയതുകൊണ്ട് ഞാനും അവനും കൂടിയാണ് പെട്ടി കെട്ടാനൊക്കെ നിന്നത്. ഇത് ഞാൻ 2 ദിവസം മുമ്പ് പുറത്തു പോയപ്പോൾ വാങ്ങിയ ബെഡ്ഷീറ്റാണ്. എങ്ങനെയുണ്ടെന്നൊന്ന് വിരിച്ചു നോക്കാമെന്ന് വെച്ചിട്ട് വിരിച്ചു നോക്കിയതാണ്. അത്യാവശ്യം അൽഹംദുലില്ലാ നല്ലതാണ്. എൻ്റെ വീഡിയോയോ അല്ലെങ്കിൽ എൻ്റെ വോയിസോ ക്ലിയർ അല്ലാന്ന് എനിക്കറിയാം. എന്നാലും കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.
നല്ല നല്ല വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ എന്നെ കൊണ്ടാവുന്ന വിധം ശ്രമിക്കാം. അതുപോലെ തന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളും ഒന്ന് ശ്രമിക്കണേ.